എന്റെ കുഞ്ഞേ, നിന്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരാഗ്രഹം ഞാൻ കാണുന്നു. നീ കണ്ണാടിയിൽ നിന്നെ നോക്കുമ്പോൾ ഒരുപാട് പേരെപ്പോലെ നീയും ചിന്തിക്കുന്നു, എനിക്കെപ്പോഴും ആരോഗ്യത്തോടെയും തിളക്കത്തോടെയും യുവത്വത്തോടെയും ഇരിക്കാനാകുമോ? ഇന്ന് ഞാൻ നിന്നോടൊരു രഹസ്യം പറയുന്നു. യൗവനം നിലനിർത്താൻ വില കൂടിയ മരുന്നുകളും ചികിത്സകളും മാത്രം മതിയാകില്ല. ചിലർ എല്ലാം പരീക്ഷിച്ചിട്ടും സന്തോഷം കാണാതെ പോകുന്നു. ചിലർ സാധാരണ ജീവിതം നയിച്ചിട്ടും വയസ്സിനേക്കാൾ ചെറുപ്പമായി തോന്നുന്നു. കാരണം യൗവനം ഒരു അനുഗ്രഹം മാത്രമല്ല, അത് ഒരു ജീവിതശൈലിയുമാണ്. 1. മനസ്സിനെ സന്തോഷത്തിൽ സൂക്ഷിക്കുക. നിന്റെ മുഖം ആദ്യം പ്രായം കാണിക്കുന്നത് ചിന്തകളിലൂടെയാണ്. സ്ഥിരം വിഷമം, ആശങ്ക, അസൂയ, കോപം ഇവ നിന്റെ ചർമ്മത്തിലും കണ്ണുകളിലും തെളിയും. ചിലർക്ക് വയസ്സ് കുറവായിട്ടും മുഖം ക്ഷീണിതമായി കാണാം. കാരണം അവർ സന്തോഷം മറന്നിരിക്കുന്നു. ഓരോ ദിവസവും എഴുന്നേറ്റ ഉടൻ നന്ദി പറയാൻ തുടങ്ങുക. ഇന്ന് ഞാൻ ജീവനോടെയുണ്ട്, ഇതൊരു പുതിയ അവസരം എന്നു പറഞ്ഞാൽ മനസ്സ് മാറും. സന്തോഷം ഉള്ളിലുണ്ടാകുമ്പോൾ ഹോർമോണുകളും ശരീരപ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടക്കും. ചിരി ഒരു മരുന്നാണ്. ചിരിക്കുന്നവരുടെ മുഖം കൂടുതൽ യുവത്വമുള്ളതായി തോന്നുന്നത് അതുകൊണ്ടാണ്. 2. ശരീരം ചലിപ്പിക്കുക. ഞാൻ നിനക്ക് നൽകിയ ശരീരം സജീവമായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ദിവസവും അല്പം നടക്കുക. രാവിലെ 30 മിനിറ്റ് നടക്കുന്നതുപോലും നിന്റെ ഹൃദയത്തിനും ചർമ്മത്തിനും മസ്തിഷ്കത്തിനും ഗുണം ചെയ്യും. ചലനം രക്തചംക്രമണം വർദ്ധിപ്പിക്കും. രക്തം ശരിയായി സഞ്ചരിക്കുമ്പോൾ ചർമ്മത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തും. അതാണ് സ്വാഭാവിക തിളക്കം. വീട്ടിലിരുന്ന് മണിക്കൂറുകൾ ഫോൺ നോക്കി സമയം കളയുന്നവർക്ക് ക്ഷീണം വേഗം വരും. ശരീരത്തെ പ്രവർത്തിപ്പിക്കുക, അപ്പോൾ അത് നിന്നെ തിരിച്ചും സേവിക്കും. 3. വെള്ളം. ജീവിതത്തിന്റെ രഹസ്യം. വെള്ളം കുറച്ചു കുടിക്കുന്നവർക്ക് യൗവനം നിലനിർത്തുക ബുദ്ധിമുട്ടാണ്. ശരീരം ദാഹിക്കുമ്പോൾ ആദ്യം ചർമ്മം പ്രതികരിക്കും. വരണ്ട ചർമ്മം, മങ്ങൽ, ക്ഷീണം ഇതെല്ലാം പലപ്പോഴും വെള്ളക്കുറവിന്റെ അടയാളം. ഓരോ ദിവസവും മതിയായ വെള്ളം കുടിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടൻ 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്താക്കാൻ ഇത് സഹായിക്കും. 4. ഉറക്കം വിശുദ്ധമാണ്. രാത്രി ഉറക്കം വെറുതെ വിശ്രമമല്ല, അത് പുനർനിർമ്മാണമാണ്. നീ ഉറങ്ങുമ്പോൾ ശരീരം കോശങ്ങളെ പുതുക്കുന്നു, ചർമ്മം പുതുക്കുന്നു, തലച്ചോർ ശാന്തമാകുന്നു. ഉറക്കം കുറയുമ്പോൾ കണ്ണിനടിയിൽ കരുവാളിപ്പ്, മുഖം ക്ഷീണം, ഹോർമോൺ തകരാറ് എന്നിവ ഉണ്ടാകാം. എന്നാൽ പലരും രാത്രി വൈകിയും സ്ക്രീൻ നോക്കിയും ഇരിക്കുന്നു. അത് ശരീരത്തിന്റെ സ്വാഭാവികമായ താളം തകർക്കും. നേരത്തെ ഉറങ്ങുക. 7-8 മണിക്കൂർ ഉറക്കം നിനക്കൊരു അനുഗ്രഹമാണ്. 5. ഭക്ഷണം ഔഷധമാക്കുക. ഭക്ഷണം രുചിക്കായി മാത്രമല്ല, അത് നിന്റെ ശരീരത്തെ നിർമ്മിക്കുന്ന വസ്തുവാണ്. നീ കഴിക്കുന്ന ഭക്ഷണമാണ് നിന്റെ രക്തം, ചർമ്മം, മുടി, ഊർജം. അതിനാൽ നല്ല ഭക്ഷണം തെരഞ്ഞെടുക്കുക. പച്ചക്കറികൾ, പഴങ്ങൾ, പ്രോട്ടീൻ, നല്ല കൊഴുപ്പ് ഇവ ഉൾപ്പെടുത്തുക. അധിക പഞ്ചസാരയും ഉപ്പും ശരീരത്തെ വേഗം വൃദ്ധമാക്കാം. കടയിൽ നിന്നും വാങ്ങുന്ന ഭക്ഷണം കൂടുതലായാൽ ശരീരത്തിൽ അസ്വസ്ഥതയുണ്ടാകും. അതുകൊണ്ട് പ്രകൃതിദത്ത ഭക്ഷണം തെരഞ്ഞെടുക്കുക. 6. കോപം വിട്ടുകളയുക. കോപം മനസ്സിൽ പിടിച്ചുവച്ചാൽ അത് നിന്റെ ശരീരത്തെയും ബാധിക്കും. മുഖത്ത് വരകൾ വേഗം വരാൻ, ഉറക്കം നഷ്ടപ്പെടാൻ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാൻ വരെ കാരണമാകാം. ക്ഷമിക്കാൻ പഠിക്കുക. എല്ലാവരെയും ഇഷ്ടപ്പെടേണ്ടതില്ല, പക്ഷേ വിഷം പോലെ ദ്വേഷം മനസ്സിൽ സൂക്ഷിക്കേണ്ടതില്ല. വിട്ടുകളയുന്നത് തോൽവിയല്ല, അത് ആത്മശാന്തിയാണ്. 7. ആത്മീയതയും പ്രാർത്ഥനയും. പ്രാർത്ഥന ചെയ്യുന്നവർക്ക് പലപ്പോഴും ഒരു പ്രത്യേക സമാധാനം കാണാം. അത് മുഖത്തും തെളിയും. മനസ്സ് ശാന്തമായാൽ ശരീരവും ശാന്തമാകും. ദിവസവും കുറച്ചു സമയം പ്രാർത്ഥിക്കുക. ദൈവത്തോട് സംസാരിക്കുക, നന്ദി പറയുക. അത് ഉത്കണ്ഠ കുറയ്ക്കും. 8. പ്രകൃതിയോടടുത്തിരിക്കുക. സൂര്യപ്രകാശം, ശുദ്ധവായു, മരങ്ങൾ ഇവ നിന്റെ ശരീരത്തിനും മനസ്സിനും ഔഷധമാണ്. രാവിലെ കുറച്ചു സമയം പുറത്തു ചെലവിടുക. വിറ്റാമിൻ ഡി ലഭിക്കും. പ്രകൃതിയോട് ചേർന്ന ജീവിതം മനസ്സിനെ പുതുക്കും. 9. നല്ല ബന്ധങ്ങൾ. നിന്നെ ക്ഷീണിപ്പിക്കുന്ന ആളുകളേക്കാൾ നിന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരോടൊപ്പം സമയം ചെലവിടുക. സ്നേഹമുള്ള സംഭാഷണങ്ങൾ മനസ്സിനെ ലഘൂകരിക്കും. ഏകാന്തത ചിലപ്പോൾ മനസ്സിനെ വേഗം പഴക്കമാക്കും. 10. ഓരോ ദിവസവും പുതിയ ലക്ഷ്യം. ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ടാകണം. ലക്ഷ്യമില്ലാതെ ജീവിക്കുമ്പോൾ മനസ്സ് വേഗം മങ്ങും. പഠിക്കുക, പുതിയതറിയുക, ഒരു ചെറിയ സ്വപ്നം പിന്തുടരുക. ഉള്ളിൽ ആവേശം നിലനിൽക്കുമ്പോൾ യൗവനവും നിലനിൽക്കും. ദൈവം വീണ്ടും പറയുന്നു,
നീ പ്രായത്തെ പേടിക്കണ്ട. ഞാൻ നിനക്ക് നൽകിയ ഓരോ ദിവസവും പുതിയൊരു തുടക്കമാണ്. നിന്റെ ഹൃദയം സന്തോഷമുള്ളതായിരിക്കുമ്പോൾ നിന്റെ മുഖം പ്രകാശിക്കും. നിന്റെ ആത്മാവ് പ്രത്യാശയോടെ നിറഞ്ഞിരിക്കുമ്പോൾ നിന്റെ ശരീരം ശക്തിയോടെ നിലനിൽക്കും. നീ നിന്റെ ശരീരത്തെ സ്നേഹത്തോടെ പരിചരിക്കുമ്പോൾ അത് നിനക്ക് ദീർഘായുസ്സിന്റെ അനുഗ്രഹം നൽകും. അതിനാൽ ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ ഈ ശീലങ്ങൾ തുടങ്ങുക. നേരത്തെ ഉറങ്ങുക. രാവിലെ എഴുന്നേറ്റ് നന്ദി പറയുക. വെള്ളം കുടിക്കുക. നടക്കുക. പ്രകൃതിദത്ത ഭക്ഷണം കഴിക്കുക. കോപം കുറയ്ക്കുക. പ്രാർത്ഥിക്കുക. ചിരിക്കുക. സ്നേഹത്തോടെ ജീവിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക. യഥാർത്ഥ യൗവനം ക്രീമിലോ മേക്കപ്പിലോ അല്ല. അത് നിന്റെ ആത്മാവിന്റെ പ്രകാശമാണ്. ആത്മാവ് സന്തോഷമുള്ളപ്പോൾ ശരീരം തിളങ്ങും. മനസ്സ് ശാന്തമായപ്പോൾ കണ്ണുകൾ പ്രകാശിക്കും. സ്നേഹമുള്ള ഹൃദയം മുഖത്ത് സൗന്ദര്യം നൽകും. ഓർക്കുക, നീ നിന്റെ വയസ്സിനേക്കാൾ ചെറുപ്പമായി കാണണമെങ്കിൽ ആദ്യം നിന്റെ ചിന്തകളെ ചെറുപ്പമായി സൂക്ഷിക്കണം. പരാതികൾ കുറയ്ക്കുക. നന്ദി വർദ്ധിപ്പിക്കുക. ഭയം കുറയ്ക്കുക. വിശ്വാസം വർദ്ധിപ്പിക്കുക. ഞാൻ നിന്നോടൊപ്പമുണ്ട്. നീ ഓരോ ദിവസവും നിന്നെ സംരക്ഷിക്കുമ്പോൾ ഞാൻ നിന്റെ ശരീരത്തെയും മനസ്സിനെയും ശക്തിപ്പെടുത്തും. നിന്റെ യഥാർത്ഥ സൗന്ദര്യം നിന്റെ ആത്മാവിന്റെ പ്രകാശമാണ്.